റെഡ് ലിസ്റ്റിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇതിനോടകം തന്നെ നിരവധി പ്രവാസികൾ ഗൾഫിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഇളവുകൾ നൽകിയും നിബന്ധനകൾ കടുപ്പിച്ചും അധികൃതർ പ്രവാസികളെ വരവേൽക്കാൻ തയ്യാറായി. യാത്രക്കാരുടെ വരവ് മൂലം വിമാന നിരക്കും കുത്തനെ ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏത് വിധേനയും നേരിട്ടെത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ് യാത്രക്കാർ. എന്നാൽ ബഹ്റൈനിലേക്ക് കടക്കുന്നവർ പുതിയ നിർദ്ദേശങ്ങൾ അറിഞ്ഞിരിക്കണം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകുന്നതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയ സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 3 മുതലാണ് റെഡ് ലിസ്റ്റിൽ നിന്ന് ഇന്ത്യയെ ബഹ്റൈൻ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. ബഹ്റൈനിൽ റെസിഡന്റ് പെർമിറ്റ് ഉള്ളവർ, ബഹ്റൈനി പൗരന്മാർ, ബോർഡിംഗ് മുമ്പ് വിസ ലഭിച്ച ഇന്ത്യക്കാർ, വർക്ക് വിസ, വിസിറ്റ് വിസ, ഇ വിസ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കൈവശമുള്ളവർക്ക് ബഹ്റൈനിലേക്ക് തിരികെ വരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ GCC രാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവർക്ക് ടെസ്റ്റിന്റെ ആവശ്യമില്ല. എന്നാൽ മൊബൈൽ ആപ്പിലെ ഗ്രീൻ ഷീൽഡ് അധികൃതരെ കാണിച്ചിരിക്കണം. ബഹ്റൈനിൽ നിന്ന് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞവരെയാണ് പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ചവരായി കണക്കാക്കുന്നത്. വാക്സിൻ സ്വീകരിക്കാത്തവരും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരും 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. QR കോഡുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അധികൃതർ ഇത് സ്കാൻ ചെയ്യും. കൂടാതെ ഓൺലൈനിലെ റിപ്പോർട്ടും കൗണ്ടറിൽ കാണിക്കുന്ന PDF റിപ്പോർട്ടും ഒരുപോലെ ആയിരിക്കണം. യാത്രക്കാർ ബഹ്റൈനിൽ എത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ച് കോവിഡ് പരിശോധന നടത്തും. കൂടാതെ 5-ാമത്തെ ദിവസവും 10-ാമത്തെ ദിവസവും കോവിഡ് പരിശോധന നടത്തേണ്ടതാണ്. വാക്സിൻ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും പരിശോധന നടത്തണമെന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിശോധന ആവശ്യമില്ല. 3 പരിശോധനയ്ക്കായി 36 ദിനാറാണ് ഫീസ് ഈടാക്കുന്നത്. ഇത് മുൻകൂട്ടി അടയ്ക്കുകയോ വിമാനത്താവളത്തിലെ കിയോസ്കിൽ അടയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ആവശ്യമായ തുക യാത്രക്കാർ തന്നെ കയ്യിൽ കരുതിയിരിക്കണം. വാക്സിൻ സ്വീകരിക്കാത്തവരും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്കും 10 ദിവസത്തെ ക്വാറന്റൈൻ ആവശ്യമാണ്. താമസ സ്ഥലത്തോ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകൃത ഹോട്ടലിലോ ആയിരിക്കണം ക്വാറന്റൈൻ കഴിയേണ്ടത്. ബഹ്റൈനിൽ കോവിഡ് കേസുകളുടെ എണ്ണം കുറയുകയാണ്. കോവിഡ് പരിശോധനകളുടെ എണ്ണം 60 ലക്ഷം കടന്നു. തുടക്കം മുതൽ ഇതുവരെയുള്ള കണക്കുകളാണ് അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 60 ലക്ഷം PCR പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയത്. കിരീടാവകാശി ഹമദ് രാജാവ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കോവിഡ് പ്രതിരോധത്തിനായുള്ള നാഷണൽ ടാസ്ക് ഫോഴ്സിന്റെ പരിശ്രമങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം. എല്ലാവരും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും വാക്സിനും ബൂസ്റ്റർ ഡോസും സ്വീകരിക്കാൻ മുന്നോട്ട് വരണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.